അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അനന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ, ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളവും. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച. നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല. ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം ഉസ്താദേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവര് സൗണ്ടില്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവരെ മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അല്ലാഹു അക്ബർ അല്ലാഹ് അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അദാൻ. ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്കാ. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്. പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം, ഈ ഒത്ത് വേണം. സ്ഥാന പഴയ വല്ലുഹാ വല്ലൈലി ഇദാ സജ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? തുറന്നു പറഞ്ഞു. ഇശാഖാണ്? തെറ്റാണ്, മഗ്രിബിനാണ്. ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. എന്നാൽ ഏറ്റവും ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുബഹിയാണ്. സുബഹിക്ക് 3 സഫാളുണ്ടാവും, മൈക്കും വേണ്ട. ഉസ്താദിന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, 2 കാര്യങ്ങളല്ലേ, 1 കാര്യങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ 3 കാര്യങ്ങൾ. ഇസ്ലാമിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നുകൂടി പറയാൻ, ഒന്നാമത്തെ ഉറക്കം, 2 മറവി. ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം ഖളായി, അള്ളാഹുവിന് ശിക്ഷയില്ല, നമ്മൾ ഖളാ വീട്ടിയാൽ മതി. മൂന്നാമത്തെ ഒന്നുണ്ട്, ഏർവാടി സിയാറത്ത്. കുറെ ഹമുക്കൾ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷമം കൊണ്ട് പറയാം. ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ, ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത്. അല്ലിത്ത ഇതിന്റെ ഇടക്കുള്ള നിസ്കാരമൊന്നും ഇല്ലല്ലോ സിയാറത്ത്. നിങ്ങൾ ആരെടുക്കേ പോകുന്നത്? ബാദിഷാ തങ്ങെടുക്കേ. അവരെന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? അള്ളാഹുവിന് വേണ്ടി. അവർ മരിച്ച എന്തിനു വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ ചെല്ലുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി.
ദാരിദ്ര്യമുണ്ടായി. സൂറത്തുൽ വാഖിയ ഓതാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓതാൻ വയ്യ. സൂറത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കും. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ്, ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ്. ദുഹാ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചോനെ എന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്താ, നല്ല സമൃദ്ധി വരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്കരിക്കേണ്ട അവസ്ഥ പാടാ. 500 രൂപ മുടക്കിയാൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് ഏർവാടിയിൽ, നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ള അമലാണ്, പക്ഷെ നിസ്കാരക്കാരനുള്ളതാണ്. മനസ്സിലായേ? അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം ഖളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല. അള്ളാഹും റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ പൊരുത്തൻ വാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേറും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഇപ്പൊ നോക്ക്, ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി ഭീമാപ്പള്ളി ഉറൂസ്. അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു സഹോദരിയുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു, ഉറൂസിലൊക്കെ പങ്കെടുത്ത് താഴത്തായിരുന്നു, എവിടെ നിസ്കരിച്ച്? അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. ഭീമാപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക്. ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴിയിൽ വെറ്റമുക്ക് ജുമാ മസ്ജിദിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് 3ാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറ് പൊട്ടി ആ ചീഞ്ചലം ഖബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ ഖബറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ, നീ ചിന്തിച്ചാൽ എങ്ങനാണ് ഉമ്മ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പറഞ്ഞതാ, തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമടലിൽ നിന്ന് ചിരിക്കുമത്രേ, പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന്. എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തലവസ്ഥാദ് പറഞ്ഞത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ. ഇതല്ലേ ജീവിതം? ഇതല്ലേ ജീവിതം? മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടം ഒരുപോലെ, മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ. എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും. ഇതെല്ലാം റിയാലിറ്റിയാണ്, ഇതെല്ലാം റിയാലിറ്റിയാണ്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ
കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ 3 പിടി മണ്ണ് വാരിയിട്ട് പിടിമണ്ണു വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. അല്ലാഹു ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ വേദനയോടുകൂടി പറയുകയാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു നിമിഷമെങ്കിലും മരണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനും ഒരു ആഖിബത്തുണ്ട്, പ്രപഞ്ചത്തിനും ഒരു ആഖിബത്തുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് സംജാതമാകും. നമുക്ക് നന്നാകാൻ ഒരു പ്രഭാഷണവും വേണ്ട, ഒരു വാദവും വേണ്ട, ഒരു പുസ്തകവും വായിക്കേണ്ട. നമ്മുടെ വാപ്പ എവിടെയാ? നമ്മുടെ വാപ്പ എവിടെയാ? ചിന്തിച്ചു, ആരാണ് വാപ്പ? ആരാണ് നമ്മുടെ ഉമ്മ? ഒരു കാലഘട്ടം മുഴുവനും ഇടിവെട്ടുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് ഉമ്മാരൊക്കെ പറയും, ഇടിവെട്ടുന്ന പേടി വരുന്നു. കെട്ടി ഇങ്ങനെ പിടിക്കും ഉമ്മ. പേടിക്കല്ലേ വാവയെ, പൊന്നെ പേടിക്കല്ലേ. വാപ്പാടൊക്കെ ഓടിച്ചെന്നിട്ട് വാപ്പാടെ ശരീരത്തെ കെട്ടിപ്പിടിക്കും, വാപ്പാ ഇടിവെട്ടുന്ന എനിക്ക് പേടിയാ. ചോദിക്കട്ടെ, ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അന്ന് ചേർത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ വാള് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വാപ്പ എവിടെയാ? നിങ്ങളുടെ ഉമ്മ എവിടെയാ? നിങ്ങൾ പേടിച്ചപ്പോൾ, നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അതിന്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ തേളിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ ഹിംസ്ര ജീവികൾ അതാ നടന്ന് ഇഴഞ്ഞു പോകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഉമ്മാടെ അവസ്ഥയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ വാപ്പാടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഉമ്മയും വാപ്പയും ആ മഴ പെയ്യുന്ന സമയത്ത് പെയ്യുന്ന വെള്ളമെല്ലാം വാപ്പാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ, ഉമ്മാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ നീ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്ത്, നീ നിന്റെ ഭാര്യയെ കൂട്ടിച്ചേർത്ത് അൽഫാമും തന്തൂരിയും വീട്ടിൽ തണുപ്പ് സമയത്ത് കഴിക്കാൻ ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മനസ്സിലാക്കി നിന്റെ തീന്മേശയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. ഈ നമ്മുടെ പുന്നാര ഉമ്മയും വാപ്പയും ആ കവറിലല്ലേ കിടക്കുന്നത് പെങ്ങളെ? ഒരു മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? ഈ വാത് കേൾക്കുമ്പോഴൊന്നും ചിന്തിച്ചുകൂടെ? എന്റെ ഭർത്താവിനോടൊപ്പമുള്ള നല്ല ജീവിതം സമ്മാനിച്ചതിന്റെ ഉമ്മയുടെ ശ്രമമാ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ, എന്റെ വാപ്പാടെ വിയർപ്പാ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. അതുകൊണ്ട് മഗ്രിബ് കഴിയുമ്പോൾ ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുവിനോട് പടച്ച റബ്ബേ ഈ ഫാത്തിഹ സൂറത്തിനെ നീ കബൂൽ ചെയ്യണം, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, ഏറ്റവും വലിയ നന്ദി കെട്ടവള് നീയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആരക്കാത്തവർ നന്ദി കെട്ടവരാ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ ദുആയുടെ ഇജാബത്ത് പോലും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ യതബാഹൻ നാസു ഫിൽ മസാജിദ്. ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം, ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം. കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട്, വെറ്റമുക്കിലൊരു പള്ളിയുണ്ട്. ഒരു പള്ളിക്കാര്
അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി, ഞങ്ങളുടെ പള്ളിയിലാണ് AC ഉള്ളത്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ളതാണ്. ആളുകൾ പള്ളിയെ കുറിച്ച് പരസ്പരം അഭിമാനം നടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, ആ കാലഘട്ടം വരാതെ ലോകത്തിന് അന്ത്യമുണ്ടാകില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ നാട്ടിലുണ്ട് എങ്ങനെയൊക്കെ? നിങ്ങളുടെ നാട്ടിലുണ്ട് എങ്ങനെയൊക്കെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തീർത്തില്ല. ഇദാ ഉസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിർ സആ. ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് ധിക്കാരികളും തെമ്മാടികളും അല്ലാഹുവിനെ ഭയപ്പാടില്ലാത്തവനും അല്ലാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാൻ വരുന്നൊരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യം പ്രതീക്ഷിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഖത്തീബ് പോയി, പുതിയൊരു ഖത്തീബ് വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ് നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ് നിർത്തി. പുറയിൽ ഉസ്താദിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദ്രസയിലെ മുതിർന്ന അധ്യാപകനല്ല, അവിടുത്തെ സദർ ഉസ്താദല്ല, പള്ളിയിലെ സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കുമ്പോൾ ഉസ്താദിന്റെ ഓത്ത് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം. തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് അതിന്റെ മ്യൂസിക് കേൾക്കുമ്പം മറ്റുള്ള കമ്മിറ്റിക്കാരോട് പറയും ഷറാണ്. അങ്ങനെ ഈ ഹയവാന് അത്തഹിയാത്ത് പോലെ ഓതാറിയില്ല. ഇവനാണ് സ്ഥാനം പരീക്ഷിച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈണം ഉണ്ടായാൽ മതി, തജ്വീദ് വേണ്ട. ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മിഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും. അവര് വായി വരുന്ന തോന്നിവാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മിഹ്റാബിലൂടെ തെറ്റായ മസാലകൾ, തെറ്റായ അഖീദകൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശദീകരിച്ചു. കാരണം അവർക്ക് അറിയില്ലല്ലോ, അവരെവിടുന്നോ കേട്ട് തരംപിച്ച കാര്യങ്ങളൊക്കെ വന്നാണ്. ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ 10 ഹജ്ജ് ചെയ്ത ഉംറ. ഇത് കേട്ടിട്ട് എല്ലാവരും പോയിട്ട് ഉംറയുടെ കൂലി ഇട്ടാൻ വേണ്ടി പെണ്ണുപേടെ കവളത്ത്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഭാര്യനെ സ്നേഹിക്കാൻ, പെൺമക്കളുടെ മഹത്വം, ഭാര്യയുടെ മഹത്വം ഇത്ര പറഞ്ഞു. എന്തിനാണ് ഈ കളവ് പറയുന്നത്? 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. എവിടെയെങ്കിലും ഉണ്ടോ കിതാബിൽ? ഒരൊറ്റ കിതാബിൽ കാണിക്കാൻ കഴിയും 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. വായി വരുന്നൊക്കെ പറയാണ്. കാരണം ഇത് ഫിഖ്ഹിന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല, അഖീദ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. വായി വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക, ആളുകൾ അതനുസരിച്ച് അമല് ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, എൻ്റെ ചാർജ് കഴിഞ്ഞ് അള്ളാഹു നമുക്ക് ആരോഗ്യം തരുമാറാകട്ടെ. ഫാറ്റി ലിവർ സെക്കൻഡ് സ്റ്റേജാണ്. പിത്താശയത്തിലും കിഡ്നിയിലും രണ്ടിലും കല്ലാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 30-40 വയസ്സ് കൊണ്ട് തിന്നണ്ടയൊക്കെ 29 വയസ്സ് കൊണ്ട് തിന്നു തീർത്തു. അതിന്റെ കുഴപ്പം കൊണ്ടാണ്. എവിടെ അൽഫാം കണ്ടാലും തന്തൂരി കണ്ടാലും വിടത്തില്ല. ഇപ്പൊ തിന്നാൻ വയ്യാത്തതിന്റെ അവസ്ഥ. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസുണ്ടല്ലോ, ഹമ്മുഹും ബുത്തൂൻ, തിന്നുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കുറെ തിന്നു, ഇപ്പൊ അൽഹംദുലില്ലാ തിന്നാൻ വയ്യാത്ത അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ ചാർജ് കഴിഞ്ഞത് കൊണ്ട് ഇവിടെ നിർത്തിക്കോട്ടെ. ഇതായിരുന്നാലും ഏറെക്കുറെ കാലമായിട്ട് ഇവിടെ നടന്നു വരുന്ന വളരെ റാഹത്തുള്ളൊരു പരിപാടി ബുർദ മജ്ലിസ്. പലയിടത്തും പല ഘട്ടത്തിലും പല സാഹചര്യങ്ങളിലും നിന്നുപോയെങ്കിലും കൊറോണ കാലത്ത് പോലും അവർ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ ഒരു ഹബീബായ തങ്ങളുടെ മജ്ലിസ് ആ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഈ നാട്ടിൽ നിലനിർത്തി. അങ്ങനെ റസൂലുള്ളാഹിനെ പറയുന്ന, പാടുന്ന, റസൂലുള്ളാഹിനെ വിവരിക്കുന്ന ഏതൊരു നാട്ടിലും ബറക്കത്തിറങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബറക്കത്ത് ഈ നാട്ടിൽ വന്നപ്പോൾ വലിയ സദസ്സല്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടെ ഇരുന്ന ആളുകളൊക്കെ ഇത്രയും നേരം സാഗൂതം ഇത് വീക്ഷിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അൽഹംദുലില്ലാഹ് മനതാരിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഈ യുവാക്കളെ ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പാടി പുകഴ്ത്താനും അതുവഴി ജനങ്ങൾക്ക് ആത്മീയമായ ഉന്മേഷം നൽകാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗികളായ ആളുകൾക്ക് അള്ളാഹു
പൂർണ്ണമായ സമ്പൂർണമായ ശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീന്മേശയിലേക്ക് ഭക്ഷണം വരുന്നു. ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അയാൾ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുമ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിയാണ് നിശ്ചയിച്ചത്. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ റേഷനുണ്ട്. അള്ളാഹുവിന്റെ റേഷനുണ്ട്. നമ്മൾ കഴിക്കേണ്ടത് 1,00,000 അരിമണിയാണെങ്കിൽ 1,00,000 അരിമണിയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിക്കുന്നതിന്റെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ 1,00,000 ആകാൻ അടുക്കുമ്പോഴേക്ക് നമ്മുടെ റേഷൻ അവിടെ അവസാനിക്കുകയും നമ്മുടെ ശ്വാസം വേപ്പോട്ടൊന്ന് ദീർഘമായി വലിച്ചെന്ന് താഴേക്ക് വിടുകയും അതോടുകൂടി നമ്മളെന്ന് പറയുന്ന ഹിസ്റ്ററി ഈ ഭൂമുഖത്തുനിന്ന് അവിടെ അവശേഷിക്കുകയും ഇവിടുന്ന് വിട പറഞ്ഞു പോവുകയായി. ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും അർമാദിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് ഞാൻ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. 114 അധ്യായങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഹബീബ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവസാനമായി മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ ആയത്തുമായി വരുന്നത് കള്ളുകുടിയെ കുറിച്ചല്ല, വ്യഭിചാരത്തെ കുറിച്ചല്ല, മറ്റേ ഹലാലുകളെയും ഹറാമുകളെയും കുറിച്ചല്ല. അവസാനമായി അല്ലാഹുവിന്റെ റസൂലിനിറങ്ങിയ വഹി ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന്റെ പൂമേനെ നോക്കിക്കൊണ്ട് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചൊല്ലിക്കൊടുത്തത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നബിയെ, അങ്ങയുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണേ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്നാണ് അവസാനമായി വിശുദ്ധമായ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത്. അതുകൊണ്ടാണ് പള്ളിയിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? എപ്പോഴെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അർത്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പള്ളിയിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ആളുകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ? ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളായ മനുഷ്യർ കേൾക്കുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന്? ഇന്നാ ലില്ലാഹ്, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ, വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാ. ആ ചിന്തയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പെങ്ങളെ നിരാശ? ആ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് പെങ്ങളെ സങ്കടം? ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ഭർത്താവുമായിട്ട് മടങ്ങുമ്പോൾ ആരാണ്ട് തോപ്പിക്കാൻ വേണ്ടി കയറെടുക്കുന്ന പെങ്ങളെ, കയറെടുക്കുന്ന ചെറുപ്പക്കാരാ, ചിന്തിക്കണേ, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതാ. അത് എക്കാലത്തും നിലനിൽക്കുകയില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടാകും, ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഒരു ആസ്വാദനമുണ്ടാകും, ഒരു ആഹ്ലാദമുണ്ടാകും. ഈമാനോടുകൂടി കാത്തിരിക്കണേ. കയറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ആരെങ്കിലും ഒരാൾ ആരെങ്കിലും കഴുത്തിലേക്ക് കയറിട്ട് ഒരാള് തൂങ്ങി ആത്മഹത്യ ചെയ്താൽ പരലോകത്തവന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. എപ്രകാരമാണോ ദുനിയാവിൽ വെച്ച് അവൻ ആത്മഹത്യ ചെയ്തത്, അപ്രകാരം ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, ശാശ്വതമായിട്ട് നരകത്തിൽ നിന്ന് അവൻ തൂങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, പ്രതിസന്ധി വന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ആ പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം തരും, ക്ഷമിച്ചതിന് പ്രതിഫലം തരും. കയറെടുത്താലോ ഈമാൻ അല്ലാഹു തെറിപ്പിച്ച് കളയും. ഏതുവരെ? ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ
പൊതുശ്മശാനത്തിൽ അടക്കരുതെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയും ഗൗരവമാണ്. എന്തിനേറെ ഉഖ്റവിയായ ആലിമീങ്ങൾ ദുആരക്കരുതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന്റെ മയ്യത്ത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോണത്? നമ്മുടെ നാട്ടിൽ ഉസ്താദ്മാർ പോണത് എന്തുകൊണ്ടാ? ഒരു പരിഗണന, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അത് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അക്കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെതിരാകാൻ വഴിയാവും. അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത മയ്യത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്താണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒരാൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ പരലോകത്ത് അവൻ അങ്ങനെ ആവർത്തിച്ച് ഖാലിദൻ മുഖല്ലദൻ ഫിഹാ, ആ പ്രവൃത്തി അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുന്നാര ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകും. അത്തരം പ്രയാസങ്ങൾ അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കും. എന്തിനാണ് ഈ ആത്മഹത്യ ചെയ്യാൻ തോന്നാനുള്ള കാരണം എന്താ? എന്റെ നാട്ടില് ഒരു സ്ത്രീ വെഡിങ് ആനിവേഴ്സറിയാണ്. ഭർത്താവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് വിഷ് ചെയ്യാത്തത്? ഇവിടെ മനുഷ്യന് ജോലി തിരക്കൊണ്ട് നടക്കുമ്പോൾ അവിടെ ഉലക്കമ്മേലെ ഒരു വിഷു. ഇത്രേ പറഞ്ഞോളൂ. 6 മാസം പ്രായമുള്ള കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു. ആ തൊട്ടിലിന്റെ കൊളുത്തിലേക്ക് കയറിട്ട പെണ്ണ് കഴുത്തിൽ കയറിട്ടവൾ തൂങ്ങി. താഴെ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ എന്റെ ഉമ്മയുടെ അമ്മിഞ്ഞയിൽ നിന്നും മധു നുകരാമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും മുകളിൽ പ്രതീക്ഷയും പ്രത്യാശയോടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ തലഭാഗത്ത് ഉമ്മയുടെ ചേതനയറ്റ ശരീരം ഇങ്ങനെ തൂങ്ങുകയാണ്. അള്ള വെറുതെ വിട്ടില്ല കേട്ടോ, ഓളെ അള്ള വെറുതെ വിട്ടില്ല. മയ്യത്ത് കബറടക്കി 6 മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ രമേശ് ചെന്നിത്തല വരെ ഇടപെട്ടിട്ട് പോലും പോലീസുകാർ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ മയ്യത്ത് അവിടുന്ന് തോണ്ടി. മരണപ്പെട്ടു പോയ ഒരാളുടെ ആ കബർ തോണ്ടുക എന്ന് പറഞ്ഞാൽ എത്രമേൽ സങ്കടകരമായ ഒരു കാര്യമാണ്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ദ്വാരക്കാനല്ലാതെ വഴിയില്ലല്ലോ. ചില തോന്നിയാവസങ്ങൾക്ക് മരിച്ചാലും അതിൻ്റെ പാപക്കറകൾ നമ്മളെ പിന്തുടരുമെന്നാണ്. മരിച്ചു കഴിഞ്ഞാലും വെറുതെ വിടില്ല. അള്ളാഹു നമ്മളെ നിന്ദരാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ചില ആളുകൾക്കൊരു സുഖമാണ് മറ്റുള്ള ആളുകളെ എവിടെ വെച്ച് കണ്ടാലും മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. എന്തിനേറെ പറയണം, 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യരുടെ പോലും ഈമാൻ തെറിപ്പിച്ച് കളയുന്നൊരു കാര്യമാണ് നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ വലിയ ആളുകളാണ് നമുക്ക് തോന്നും. നിസ്കരിക്കാത്ത ആളുകളെ കാണും വല്ലാത്ത. എൻ്റെ നാട്ടിൽ ഒരാൾ 27-ാം രാവിന് ഒരാൾ മരണപ്പെട്ടു. മുഴുകുടിയൻ 27-ാം രാവിന് മരണപ്പെട്ടു. അപ്പം എൻ്റെ വാപ്പ നോമ്പുകാരുടെ സമയത്ത് പറഞ്ഞതേ, അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിൽ ഒറ്റവട്ടമാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹിന്റെ പേര് പറഞ്ഞത് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഒറ്റവട്ടം പറഞ്ഞു. പിന്നെ പറഞ്ഞതും അർ റഹ്മാനിർ റഹീം, കാരുണ്യം. എന്നിട്ട് അള്ളാഹ്ക്ക് മതിയായില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും പറഞ്ഞു അർ റഹ്മാനിർ റഹീം, കാരുണ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെയാടോ മുഗല്ലദായ നജസല്ലേ നായ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകേണ്ട ജീവിയല്ലേ നായ. ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സാനിയത്തായ വ്യഭിചാരിയായ പെണ്ണുവരെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂൽ നബിയെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണ്, നല്ല വാഹനം മേടിക്കൽ അഹങ്കാരമാണോ? നല്ല വീട് വെക്കൽ അഹങ്കാരമാണോ? അല്ല സ്വഹാബ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്. ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകളെ നിസ്സാരമായി കാണുന്ന ആളുകൾ, അതാണ് കിബിറിന്റെ അടയാളം, അഹങ്കാരത്തിന്റെ അടയാളമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ.